പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുളു ബ്രാഹ്മണ ആചാരപ്രകാരമുള്ള പ്യൂബർട്ടി സെറിമണി, ഫസ്റ്റ് മെൻസസ് സെറിമണി, അതിൻ്റെ ഒരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. ഇത് പൂർണ്ണമായും ആധികാരികമാണെന്ന് അവകാശപ്പെടുന്നില്ല. പരമാവധി ചടങ്ങുകൾ മുതിർന്ന ആൾക്കാരോട് ചോദിച്ച് ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എന്നാണോ ഫസ്റ്റ് മെൻസസ് ആവുന്നത് അന്ന് മുതൽ 2 നേരം, രാവിലെയും സന്ധ്യയ്ക്കും 2 നേരം ഈ വീഡിയോയിൽ കാണുന്ന ചടങ്ങുകൾ ചെയ്യണം. മഞ്ഞപ്പൊടി പേസ്റ്റ് പരുവത്തിലാക്കി കയ്യിൽ കൊടുത്തിട്ട് 5 കൈ പതിയണം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നിന് മേളിലല്ല, 5 കൈ മേളിലും താഴെയായിട്ട് പതിയുക. 5ാമത്തെ കൈ, വലത്തെ കൈ ഏറ്റവും മുകളിലായിട്ട് അത് പതിപ്പിക്കാൻ ശ്രമിക്കുക. വിളക്ക് കത്തിച്ച് വെക്കുക. പറ, കമുകുംപൂക്കുല, മരപ്പാച്ചി, മരത്തിൽ ഉണ്ടാക്കിയ ഒരു പാവയാണ്, അതാണ് മരപ്പാച്ചി വെക്കുക. ആരതി ഒഴിയുക. അത് മരപ്പാച്ചിക്കും ഒഴിയണം. അതിലുള്ള വെറ്റയും പാക്കും കുട്ടിക്ക് കൊടുക്കണം. മടിയിൽ തോർത്ത് അല്ലെങ്കിൽ കൈ തുടയ്ക്കാനായിട്ട് എന്തെങ്കിലും ഒരു വസ്ത്രം കൊടുക്കുക. അത് വെച്ചിട്ട് വേണം ഇത് കൊടുക്കാനായിട്ട്. അക്ഷത ഇടുന്നു. മൂന്നാമത്തെ ദിവസം സന്ധ്യയ്ക്കാണ് പ്രധാനപ്പെട്ട ചടങ്ങ്. പേർനൈ എന്ന് പറയും തുളുവിൽ. അതിനു മുമ്പായിട്ട് കുട്ടിയെ നല്ലപോലെ ഒരുക്കുക. ഒരു കല്യാണത്തിന് എങ്ങനെയാണോ പെൺകുട്ടിയെ ഒരുക്കുന്നത് അതേ രീതിയിൽ കുട്ടിയെ ഒരുക്കുക. ആഭരണങ്ങളൊക്കെ അണിയിക്കാം. അത് കഴിഞ്ഞിട്ട് ചുക്ലി ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ കാണിക്കുന്നത്. ചുക്ലി എന്ന് പറയുന്നത് എള്ളുപൊടി കൊണ്ടുള്ള ഒരു പലഹാരമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. എള്ള് പൊടിച്ചെടുക്കുക, വറുത്ത് പൊടിച്ചെടുക്കുക. അത്യാവശ്യം നാളികേരം ചേർക്കുക. ശർക്കര പാവ് കാച്ചിയത് ചേർക്കുക, അല്ലെങ്കിൽ ശർക്കര ചീകി അതിന് കൂടെ ചേർക്കാവുന്നതാണ്. അതാണ് അഭികാമ്യം. അങ്ങനെ ആകുമ്പോൾ അത് ഉണ്ടയാക്കി എടുക്കാനായിട്ട് സൗകര്യം ഉണ്ടാകും. ഏഴ് ഉണ്ട ആക്കുക. എന്നിട്ട് കുട്ടിയെ കൊണ്ട് അത് കഴിപ്പിക്കുക. ഇനിയാണ് പേർനൈ ചടങ്ങ്. ഈ പ്യൂബർട്ടി സെറിമണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് പേർനൈ. പാലും നെയ്യും പ്രത്യേകം കപ്പിൽ അത് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഉള്ള പ്രിപ്പറേഷനാണ് ഈ കാണുന്നത്. അത് 2 വെള്ളി പാത്രത്തിൽ വേണം അത് ചേർക്കാനായിട്ട്. അതിന് മുമ്പായിട്ട് ഈ ചുക്ലി ഉണ്ടാക്കുന്ന ചടങ്ങ് എല്ലാവരും ചേർന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെയാണ് ഈ കാണുന്നത്. അത് അമ്മയുടെ സൈഡിൽ നിന്നും അച്ഛൻ്റെ സൈഡിൽ നിന്നും 2 മുതിർന്ന ആൾക്കാർ, ദൊഡ്ഡമാരായാൽ അഭികാമ്യം, ഇല്ലെങ്കിൽ മാമിമാരോ പേപ്പിമാരോ ഉണ്ടെങ്കിൽ അവരെ ഈ ചടങ്ങിലേക്ക് കൊണ്ടുവരിക. അക്ഷതം ഈ പറഞ്ഞ കൈപ്പത്തിയിൽ ഇട്ടതിന് ശേഷം നമസ്കാരം. ഈ 4 പേരും ഈ മഞ്ഞപ്പൊടി പേസ്റ്റ് പരുവത്തിലാക്കി കുട്ടിക്ക് കൊടുക്കുക. അത് 5 കൈപ്പത്തി, 2, 4, 5ാമത്തത് വലത്തെ കൈ ഏറ്റവും മേളിൽ. ഇത് തന്നെ 4 പേരും റിപ്പീറ്റ് ചെയ്യണം.
അക്ഷത വിട്ടതിന് ശേഷം നമസ്കാരം. അടുത്തതായി പാലും നെയ്യും പ്രത്യേകം ഈ 4 പേരും അതിലേക്ക് പകരേണ്ടതാണ്. അതിന് മുമ്പായിട്ട് ചുക്കിളി ഇടിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ശാസ്ത്രം. എല്ലാവരും കൂടി ചേർന്ന് അത് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ സിംബോളിക്കായിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ്. ഓരോരുത്തരും 4 ഉണ്ട വീതം കുട്ടിയുടെ മുമ്പിൽ ആ ഇലമേൽ വെക്കുക. അതിനോടൊപ്പം ഒരു ഗ്ലാസ്സിൽ പാലും ഒരു ഗ്ലാസ്സിൽ നെയ്യും പകർന്നു കൊടുക്കുക. അങ്ങനെ 4 പേരും പ്രത്യേകം ചെയ്യുക. 4 വീതം എള്ളുണ്ടയും നെയ്യും പാലും ഓരോ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുക. ഈ ചടങ്ങുകൾ കഴിയുന്നവരെ 4ാമത്തെ ദിവസം കുളി കഴിഞ്ഞ് എല്ലാവരെയും ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് തൊടുന്നതുവരെ കുട്ടി സ്വന്തം വീട്ടിനകത്ത് ഒരേ റൂമിൽ തന്നെ കഴിയേണ്ടതാണ്. പുറത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് ശാസ്ത്രം. ഇനി പാല് നെയ്യുടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ആ മിശ്രിതം വിശറി കൊണ്ട് മറച്ച് ആരും കാണാതെ ആ പെൺകുട്ടി കഴിക്കേണ്ടതാണ്. ഇതാണ് പ്രധാനപ്പെട്ട ചടങ്ങ്. അതിനുശേഷം ആ ചെയ്തു വെച്ച എള്ളുണ്ട അത് മുഴുവനും കഴിക്കേണ്ട എന്നാണ് ശാസ്ത്രം. അല്ലെങ്കിൽ എത്ര കഴിക്കാൻ പറ്റുമോ അത്രയും കഴിക്കുക. അതിനുശേഷം ഉടുകിര പ്രസൻറ്റേഷനാണ്. ഏറ്റവും മുതിർന്ന ആൾക്കാരിൽ നിന്ന് തുടങ്ങാം. അജ്ജനും ദൊഡയും അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുന്നു. മറ്റു മുതിർന്ന ആൾക്കാർ കൊടുക്കുന്നു. നാലാമത്തെ ദിവസം
കുളി കഴിഞ്ഞതിന് ശേഷം ഇടാനുള്ള ഡ്രസ്സ് പട്ടുപാവാട അച്ഛനും അമ്മയാണ് കൊടുക്കേണ്ടത്. അതാണ് ഇപ്പോൾ അമ്മ കൊടുത്തത്. ഇനി കുട്ടിക്കുള്ള ആഹാരമാണ്. മൂട്, തേങ്ങാപ്പാൽ, ഒരു സ്വീറ്റ്, ഇതൊക്കെ കൊടുക്കുക. അതിന് ശേഷമേ ഈ ചടങ്ങിന് വന്ന ആൾക്കാർക്ക് ഫുഡ് കൊടുക്കാൻ പാടുള്ളൂ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്ന ആൾക്കാർക്കുള്ള ഭക്ഷണം കുട്ടി കഴിച്ചതിന് ശേഷം കൊടുക്കാം. നാലാമത്തെ ദിവസം കുളി കഴിഞ്ഞ് ആരെങ്കിലും തൊടുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഉപ്പും അരിയും ചേർന്നുള്ള മിശ്രിതം കഴിക്കണം. കുളിക്കുമ്പോൾ മഞ്ഞപ്പൊടി ദേഹമാസകലം പുരട്ടി വേണം കുളിക്കാൻ. വീണ്ടും ഒരിക്കൽ കൂടിയുണ്ട് ചടങ്ങ്. നാലാമത്തെ ദിവസം ഈ കൈപ്പത്തി പതിപ്പിക്കുന്ന ചടങ്ങുണ്ട്. ഇത്തവണ ഉള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ബാക്കി 4 നേരം അല്ലെങ്കിൽ 5 നേരം 5 കൈപ്പത്തി ആയിരുന്നത് ഇത്തവണ അത് 7 ആവും. ചെയ്തതിന് താഴെ 2 കൈപ്പത്തി, പിന്നെ മുകളിലോട്ട് ബാക്കി 5, അങ്ങനെ 7 കൈപ്പത്തിയാണ് നാലാമത്തെ ദിവസം നമ്മൾ നടത്തേണ്ടത്. അത് കഴിഞ്ഞാൽ ഒരു വെറ്റിലയിൽ ഈ മഞ്ഞപ്പൊടിയുടെ മിശ്രിതം അത് മുഴുവനായിട്ട് നല്ല കട്ടിക്ക് അത് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് പിന്നിലോട്ട് പുറം തിരിഞ്ഞ് ഏറ്റവും മുകളിലെ കൈപ്പത്തിയിൽ പതിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഒട്ടിക്കുന്ന വിധത്തിൽ അത് ചെയ്യുക. അത് ഈ പെൺകുട്ടി തന്നെ ചെയ്യേണ്ട ഒരു ചടങ്ങാണ്. പെൺകുട്ടിക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ പുറംതിരിഞ്ഞ് ഏറ്റവും മുകളിലെ കൈപ്പത്തിയിലേക്ക് പതിയുന്ന വിധത്തിൽ അത് ഒട്ടിക്കുക. ആ വെറ്റ അതിൽ ഒട്ടി നിൽക്കണം.
അത് കഴിഞ്ഞിട്ട് അടയ്ക്കാപ്പാക്കിൻ്റെ ഒരു ചെറിയ കഷ്ണം അതിന് നടുക്കായിട്ട് കുത്തിവെക്കണം. അങ്ങനെ നിൽക്കുന്ന പക്ഷം നല്ല ഒരു കുടുംബസ്ഥന് കിട്ടും, അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവിന് കിട്ടുമെന്നൊക്കെയാണ് വിശ്വാസം. ഏഴ് കൈപ്പത്തി ചെയ്തതുപോലെ 7 എള്ളുണ്ട കുട്ടിക്ക് കൊടുക്കുക. അടുത്ത ചടങ്ങ് സദ്യ എഴുതുന്നതാണ്. അത് മുതിർന്ന ആരെങ്കിലും കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. അത് എഴുതുമ്പോഴുള്ള മന്ത്രവും പറഞ്ഞു കൊടുക്കുക. ഇത് എല്ലാ ദിവസവും ഈ കുട്ടിയെ കൊണ്ട് വീട്ടിൽ ചെയ്യിപ്പിക്കുക. വെള്ളവും കുങ്കുമവും സദ്യയിൽ വെച്ചിട്ട് നമസ്കരിക്കുക. മൂന്ന് പ്രാവശ്യം വെള്ളം പുറത്തേക്ക് തളിക്കുക. എന്നിട്ട് മന്ത്രം ചൊല്ലുക. ഓംകാര രൂപിണി ദേവി വീണാ പുസ്തകധാരിണി വേദമാതാ നമസ്തുഭ്യം സൗഭാഗ്യം ദേഹിമേ സദാ. അടുത്തതായി വെറ്റ കഴിക്കുന്ന ചടങ്ങാണ്. ഇത് വെറ്റയും കുറച്ച് ചുണ്ണാമ്പും തേച്ചിട്ട് കൊടുക്കുക കുട്ടിക്ക്. അത് നല്ല ചുവന്ന കളറാകണം എന്നാണ് വെപ്പ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നല്ല പുരുഷനെ കിട്ടും എന്നാണ് വിശ്വാസം. അത് തുപ്പിക്കളയേണ്ടത് നമ്മൾ നേരത്തെ ചെയ്ത കമുകും പൂക്കുല അല്ലെങ്കിൽ തെങ്ങും പൂക്കുല അത് പുറത്ത് കൊണ്ടുവന്ന് എവിടെയെങ്കിലും അത് നാട്ടിയതിന് ശേഷം അതിൽ വേണം തുപ്പിക്കളയാനായിട്ട്.
അടുത്തതായിട്ട് നാളികേരം ഉടയ്ക്കുക. ഇന്നേ ദിവസത്തോടു കൂടി കുട്ടി ശൈശവ അവസ്ഥ വിട്ടിട്ട് ഒരു കുടുംബസ്ത്രീയായി മാറി വീട്ടിലെ ജോലികൾ ചെയ്തു തുടങ്ങണം എന്നാണ് ഈ ആചാരത്തിന് പിന്നിൽ. നാളികേരം നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. തദ്യയിൽ വെച്ച വെള്ളം നാനീര് കുടി കഴിഞ്ഞിട്ട് തുളസിത്തറയിൽ ഒഴിക്കാതിരിക്കുക. ബാക്കി ദിവസങ്ങളിലെല്ലാം തദ്യ എഴുതിയതിനു ശേഷം ആ വെള്ളം തുളസിത്തറയിൽ ഒഴിച്ചു കളയുക. ഇതോടുകൂടി ചടങ്ങുകളൊക്കെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.